ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന സൂര്യപ്രകാശവും കാറ്റിന്റെ മർമ്മരവും തലയുയർത്തി നിൽക്കുന്ന ഭീമൻ തേക്കുമരങ്ങളും. അതെ, നമ്മൾ ഇന്ന് തേക്കിൻ നാട്ടിലെ ആ വിസ്മയ കാഴ്ചകളിലേക്കാണ് ക്യാമറ തിരിക്കുന്നത്. നമസ്കാരം, ഞാൻ നേഹ. നിലമ്പൂർ വിഷൻ ഒരുക്കുന്ന തേക്കിൻ നാട്ടിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ചരിത്രത്തിന്റെ തണലിലേക്ക്, ലോകത്തിലെ തന്നെ ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്കിൻ തോട്ടത്തിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ കിഴക്കൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന നിലമ്പൂരിന്റെ ഹൃദയത്തുടിപ്പാണ് കനോലി പ്ലോട്ട്. മനുഷ്യനും പ്രകൃതിയും ചേർന്നൊരുക്കിയ ഈ ഹരിത വിസ്മയത്തിന്റെ കഥയറിയാം. കാലം 1840-കൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ കളക്ടറായിരുന്ന ഹെൻറിയുടെ ദീർഘവീക്ഷണമാണ് ഈ തോട്ടത്തിന്റെ ജനനത്തിന് കാരണമായത്. കപ്പൽ നിർമ്മാണത്തിനും റെയിൽവേ പാതകൾക്കുമായി തേക്കിൻ തടികൾക്ക് വലിയ ആവശ്യകതയുള്ള കാലമായിരുന്നു അത്. അങ്ങനെയാണ് നിലമ്പൂരിലെ ചാലിയാർ പുഴയുടെ തീരത്ത് ഒരു തേക്ക് തോട്ടം നിർമ്മിക്കാൻ കനോലി പദ്ധതിയിടുന്നത്. 1841 മുതൽ 1854 വരെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ കളക്ടറായിരുന്നു ഹെൻറി വോളന്റൈൻ കനോലി, HV കനോലി എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അന്നത്തെ കൺസർവേറ്ററായിരുന്ന ചാത്തുമേനോനാണ് 1500 ഏക്കറിൽ കനോലി പ്ലോട്ട് നട്ടുപിടിപ്പിച്ചത്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് തോട്ടമാണ് കനോലി പ്ലോട്ട്. ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടം കനോലി പ്ലോട്ടാണ്. 50-60 വർഷമാണ് നിലമ്പൂർ തേക്കിൻ്റെ റൊട്ടേഷൻ കാലാവധി. 50-60 വർഷത്തിന് ശേഷം 1900 വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഇത് മുറിച്ച് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിന് അദ്ദേഹം കനോലി കനാലൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കോഴിക്കോട് ബേപ്പൂർ റിവറിനെയും കല്ലായി റിവറിനെയും കണക്ട് ചെയ്തിട്ടാണ് ആദ്യത്തെ കനോലി കനാൽ. അദ്ദേഹം അത് 3 ഘട്ടമായിട്ട് കൊടുങ്ങല്ലൂർ വരെ കനോലി കനാൽ നിർമ്മിക്കുകയും അതിനുശേഷം ഷിപ്പിൽ കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. 1900 ശേഷം 1910 ടൈറ്റാനിക് ഷിപ്പിൻ്റെ നിർമ്മാണത്തിനായിട്ട് നമ്മുടെ കനോലി തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 1913 ബക്കിംഗ്ഹാം പാലസിൻ്റെ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള റീകൺസ്ട്രക്ഷൻ നടക്കുന്ന 1913 ബക്കിംഗ്ഹാം പാലസ് 18-ാം നൂറ്റാണ്ടിലാണ്. 2013 അതിൻ്റെ റിനോവേഷനായിട്ട് കനോലി തേക്ക് വ്യാപകമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. 1939 സെക്കൻഡ് വേൾഡ് വാർ പർപ്പസിന് ബ്രിട്ടൻ്റെ അലൈൻ നേഷൻസിൻ്റെ ആവശ്യമായിട്ട് വ്യാപകമായ തോതിൽ 40 ഏക്കറോളം മുറിച്ചു പോയിട്ടുണ്ട്. റോൾസ് റോയ്സ് കാറിൻ്റെ മോസ്റ്റ് വേരിയന്റ് വരെ അത് കനോലി അല്ല, നിലമ്പൂർ തേക്ക് കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ 5.6 ഏക്കർ സംരക്ഷിത മേഖലയായിട്ട് പെർമനന്റ് പ്രിസർവേഷൻ പ്ലോട്ട് എന്ന് പറയും, PPT ആയിട്ട് സംരക്ഷിച്ചു പോരുകയാണ്. അവിടെ ഇപ്പോൾ നിലവിൽ 115 തേക്ക് മരമാണുള്ളത്. ട്രീ നമ്പർ 21 ആണ് അതിൽ ഏറ്റവും വലിയ തേക്ക്. അതിൻ്റെ GBH, അതായത് നെഞ്ചുയരത്തിലുള്ള വണ്ണം എന്ന് പറയുന്നത് 4.3 മീറ്ററാണ്. മനുഷ്യൻ നട്ടുപിടിപ്പിച്ച ഏറ്റവും വലിയ തേക്ക് അതാണ്. ഏറ്റവും വലിയ നാച്ചുറൽ തേക്ക് ഇവിടെ അല്ല, അത് കന്നിമാര തേക്കാണ്. നട്ടുപിടിപ്പിച്ച പ്ലാന്റ് ചെയ്ത ഏറ്റവും വലിയ നാച്ചുറൽ തേക്ക് കന്നിമാര തേക്ക്, നമ്മുടെ കനോലിയിലാണുള്ളത്. അത് ഈ ചാലിയാർ പുഴയോരത്താണ് ഈ കനോലി പ്ലോട്ട് അദ്ദേഹം നട്ടുപിടിപ്പിച്ചത്. 2 പുഴകൾക്കിടയിലാണ്, കുറവും പുഴയ്ക്കും ചാലിയാർ പുഴയ്ക്കും ഇടയ്ക്കാണ് ഈ 1500 ഏക്കറിൽ അദ്ദേഹം നട്ടുപിടിപ്പിച്ചത്. ഇപ്പോൾ 5.6 ഏക്കറാണ് ഉള്ളത്. തേക്ക് വിത്തുകൾ മുളപ്പിക്കുക എന്നത് അക്കാലത്ത് കഠിനമായ വെല്ലുവിളിയായിരുന്നു. എന്നാൽ കനോലിയുടെ വനപാലകനായിരുന്ന ചാത്തുമേനോൻ എന്ന മലയാളി വിത്തുകൾ വെള്ളത്തിലിട്ട് മുളപ്പിക്കുന്ന പ്രത്യേക വിദ്യ കണ്ടെത്തി. 1842-നും 1844-നും ഇടയിൽ ചാത്തുമേനോന്റെ മേൽനോട്ടത്തിൽ ഇവിടെ ആദ്യമായി തേക്ക് തൈകൾ നട്ടുപിടിപ്പിച്ചു. ഇന്ന് നാം കാണുന്ന കനോലി പ്ലോട്ട് ആ കഠിനാധ്വാനത്തിന്റെ സ്മാരകമാണ്. ഈ തോട്ടത്തിലെ ഏറ്റവും വലിയ ആകർഷണം കനോലി തേക്ക് അഥവാ മഹാതേക്ക് എന്ന് വിളിക്കപ്പെടുന്ന വൻമരമാണ്. 1840-കളിൽ നട്ടുപിടിപ്പിച്ച മരങ്ങളിൽ ഇന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണിത്. ഏകദേശം 48 മീറ്ററിലധികം ഉയരവും 5 മീറ്ററിലധികം വണ്ണവുമുള്ള ഈ വൃക്ഷമുത്തശ്ശൻ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ തേക്ക് മരങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഇതിനെ കെട്ടിപ്പിടിക്കാൻ 4-5 ആളുകൾ കൈകോർത്തു നിൽക്കേണ്ടി വരും. കനോലി പ്ലോട്ടിലേക്കുള്ള യാത്ര തന്നെ ഒരു അനുഭവമാണ്. ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള നീളമേറിയ തൂക്കുപാലം കടന്നു വേണം ഈ ഹരിതതുരത്തിലേക്ക് എത്തിച്ചേരാൻ. പാലത്തിലൂടെ നടക്കുമ്പോൾ താഴെ ഒഴുകുന്ന ചാലിയാറും ദൂരെ കാണുന്ന വനനിരകളും സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് മനം കുളിർക്കുന്ന കാഴ്ചകളാണ്.
കേരള വനം വകുപ്പിന്റെ കീഴിൽ അതീവ ശ്രദ്ധയോടെയാണ് ഇന്ന് ഈ പൈതൃക കേന്ദ്രം സംരക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പഴകിയ ബിൽഡിംഗ് കെസ്വിൽ ഉപയോഗിച്ചിരുന്നതാണ്. കേരള സ്റ്റേറ്റ് വുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. 2004 അത് ലോക്കൗട്ടായി. അപ്പോൾ അവസാനത്തെ 20 വർഷം കൊണ്ട് ഇത് പ്രവർത്തനരഹിതമായിട്ട് കിടക്കുകയാണ്. നിലമ്പൂർ നോർത്ത് DF ശ്രീ ധനേഷ് കുമാർ സർ IFS അവർ വന്നതിന് ശേഷം ഈ ബിൽഡിങ്ങുകളെല്ലാം എക്കോ ടൂറിസത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുവാനായി സർക്കാരിലേക്ക് പ്രപ്പോസൽ സമർപ്പിച്ചിട്ടുണ്ട്. ചരിത്ര വിദ്യാർത്ഥികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ഈ ഇടം. അന്തരീക്ഷ മലിനീകരണമില്ലാത്ത ശുദ്ധവായു ശ്വസിച്ച് വൻമരങ്ങളുടെ തണലിൽ അല്പസമയം ചിലവഴിക്കാൻ ദിവസേന നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. കാലങ്ങളെ അതിജീവിച്ച് ചരിത്രത്തിന്റെ സാക്ഷിയായി നിലമ്പൂരിന്റെ മണ്ണിൽ ഈ തേക്കുതോട്ടം ഇനിയും നിലകൊള്ളും. വരും തലമുറകൾക്കായി നാം കാത്തുസൂക്ഷിക്കേണ്ട ഹരിത സ്മാരകം. നിലമ്പൂരിലെത്തിയാൽ ഈ കനോലി പ്ലോട്ട് സന്ദർശിക്കാൻ മറക്കരുത്. മറ്റൊരു മനോഹര കാഴ്ചയുമായി വീണ്ടും കാണാം. നന്ദി.